രാവിലെ ഭ്രമയുഗം കണ്ട് റിവ്യൂ ഒക്കെ ഇട്ട് വീട്ടിലെത്തി ഫുഡൊക്കെ അടിച്ച് അടുത്തൊരു കോണ്ടന്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഇരിക്കുന്ന ടൈം മുതൽ ഇൻബോക്സ് എടുത്ത് നോക്കി. ഇൻസ്റ്റാഗ്രാമിൽ, വാട്സാപ്പിൽ കുറച്ച് പേഴ്സണൽ ഫ്രണ്ട്സും. ഞാൻ ഒരു കേസ് ആദ്യം പറയാം. ഭ്രമയുഗം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമയാണ്. മലൈക്കോട്ടെ വാലിബൻ ഈസ് എൻ അതർ കൈൻഡ് ഓഫ് മൂവി. രണ്ട് സിനിമയിലും എന്താണ് ഒരു സിമിലാരിറ്റി നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുന്ന ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ രണ്ടും എക്സ്പെരിമെൻ്റൽ മൂവീസാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റാണ്, നല്ല കിടിലൻ എക്സ്പെരിമെൻ്റാണ് രണ്ടും. അപ്പോൾ ആ രണ്ട് എക്സ്പെരിമെൻറ്റും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, എനിക്ക് രണ്ട് എക്സ്പെരിമെൻ്റൽ മൂവി എനിക്ക് ഇഷ്ടമായതാണ്. എൻ്റെ വാലിബൻ്റെ റിവ്യൂ നിങ്ങളെടുത്ത് നോക്കിക്കോ, എൻ്റെ ഭ്രമയുഗത്തിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കിക്കോ. എനിക്ക് രണ്ട് സിനിമ ഇഷ്ടപ്പെട്ടതാണ്. അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ ഇഷ്ടമാവും. എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമയിലൊക്കെ കുറച്ച് ക്രിഞ്ച് അടിക്കുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഓവർ ഭക്തിൻ്റെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് തലപ്പരാന്ത് പിടിക്കുക. എനിക്ക് അല്ലാത്ത പക്ഷം എനിക്കിങ്ങനത്തെ കുറേ എക്സ്പെരിമെൻ്റൽ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് തുമ്പാട്. സോ അങ്ങനെ കുറേ മൂവി, എലോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ്. അങ്ങനെ കുറേ സിനിമകൾ, നാട്ടിൽ ആർക്കും പറ്റാത്ത കുറേ സിനിമകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. പുഴു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ സിനിമകൾ ഇഷ്ടപ്പെട്ടൊരു വ്യക്തി. അതായത് എനിക്ക് അങ്ങനത്തെ ഒരു സ്ലോ എക്സ്പെരിമെൻ്റൽ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ രണ്ട് സിനിമയും പേഴ്സണലി ഭയങ്കര ക്ലോസ് ടു ഹാർട്ട്, ഭയങ്കര ഫേവറേറ്റ് ആണ്. വാലിബൻ്റെ സെക്കൻഡ് പാർട്ടിന് ഞാൻ കാത്തിരിക്കുകയാണ്. ഇതേപോലെ മമ്മൂക്കാനെ ഇനിയൊരു ത്രില്ലടിപ്പിക്കുന്ന റോളിന് ഞാൻ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ആയിരിക്കും എനിക്ക് കോക്കിൻ്റെ വീഡിയോൻ്റെ തമ്മിലൊക്കെ എടുത്ത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇവൻ മോഹൻലാലിനെ അതാക്കാൻ നടക്കുകയാണ്, ഇവൻ മോഹൻലാൽ ആരാധകനല്ല. അതിന് കോക്ക് മോഹൻലാൽ ആരാധകനാണോ അല്ലേ എന്ന് നോക്കി നടക്കാനല്ലോ എൻ്റെ പണി, ആണോ? അതല്ല എൻ്റെ പണി. പിന്നെ കോക്കിൻ്റെ രണ്ട് ഇത് അയച്ചു തന്നു, പിന്നെ കോക്കിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു. ഇവനെന്തിനാണ് ഭ്രമയുഗത്തിനെ കുറിച്ച് വരുമ്പോൾ വാലിബനിട്ട് കൊട്ടിക്കൊണ്ടിരിക്കണേന്ന്. കറക്റ്റ് ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് ആ സംഭവം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ചില ഡയറക്ടേഴ്സൊക്കെ ഇവിടെ അടുത്ത കാലത്ത് പിന്നെ ഇതാ മലയാളത്തിൻ്റെ അപരാധം, വേറെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഭൂമി കുലുങ്ങും, തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ല സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് തീരുമാനിക്കും ഇന്നാണ് സിനിമ. ഈ അടുത്ത് ഗിരീഷ് ഷേഡി കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞ കാര്യമാണ്, സിനിമ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് പണ്ടേ റോളൻ ബാത്ത് പണ്ടേ പറഞ്ഞിട്ടുള്ള ഡെത്ത് ഓഫ് ഓതർ തിയറിക്കകത്ത് ഈ ഒരു സംഗതി ഈവൻ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ മനുഷ്യൻ സിനിമയൊക്കെ ഇറങ്ങി പ്രസ്സിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, സിനിമ ഇറങ്ങി കയ്യിൽ നിന്ന് അത് നാട്ടുകാരുടെ അടുത്ത് എത്തി, പിന്നെ നിങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ശരിക്കില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ലിയോൻ്റെ കേസിലൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടതാണ്. ഒരു സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലോക്കി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വാലിബൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ സിനിമ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്തിക്കഴിഞ്ഞതാണ്. പിന്നെ തിരിച്ചെടുത്ത് കട്ട് ചെയ്ത് രണ്ടാമത് ഇടാൻ പറ്റുമോ? ആൾക്കാരെ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് രണ്ടാമത് വിടാൻ പറ്റുമോ? ഇല്ല. ആളുകൾ എങ്ങനെയാണോ അതിനെ ഒരു റിസപ്ഷൻ കൊടുക്കുന്നത്, അത് ചിലപ്പോൾ വാം വെൽക്കം ആവാം, ചിലപ്പോൾ ഒരു ഗ്രാൻഡ് വെൽക്കം ആവാം, ചിലപ്പോൾ തിരിഞ്ഞിട്ട് നോക്കില്ല. ഇറ്റ്സ് അപ് ടു പീപ്പിൾ, അവരുടെ പെർസ്പെക്റ്റീവ് വ്യൂ പോയിൻറ്റ്സ് ആണ്. പിന്നെ അവർ മനഃപൂർവ്വം കോക്ക് വാലിബനെ കൊണ്ടുവന്നു, അതിനൊന്നും എനിക്ക് ഒരു പേഴ്സണലി ഒന്നും എനിക്ക് ഫീൽ ആവുന്നില്ല. അപ്പം ഞാൻ തന്നെ മൂവി റിവ്യൂ പറയുമ്പോൾ ചിലപ്പോൾ പഴയ സിനിമകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പറയും, പറയാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അയാൾ ആ സിനിമയെ കുറിച്ചല്ല പറഞ്ഞത്, അയാൾ ആ സിനിമയിലെ ടെക്നീഷ്യൻസ് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് കുറേ ആൾക്കാർ അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് മോഹൻലാൽ ഫാൻസിനെ താറടിച്ച് കാണിക്കാനാണ്, ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ടൊരു ഒരാളുടെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൂവി റിവ്യൂസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് മുതൽ, മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ മമ്മൂക്ക, മോഹൻലാൽ, പൃഥ്വിരാജ്, ദിലീപ് ഫാൻസൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അയച്ചു തരും. ഇന്നിപ്പോൾ ഒരു തിയേറ്റർ റിവ്യൂ ഒരു ചേട്ടൻ്റെത് അയച്ചു തന്നത് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ചെമ്മീൻ സിനിമ ഒരു പക്ഷെ ഒരു കൂടെ കണ്ട എന്തായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങി, കുറെ ചാത്തൻ സേവയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തരത്തിലുള്ള അത്രേ ഉള്ളൂ. ഫ്രാങ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. പടം എന്താ സ്ലോ ആയതുകൊണ്ടാണോ? ഭയങ്കര സ്ലോ മീൻസ് എന്താണ് പറയുന്നത്, ഒരു ഏതോ ഒരു ഏരിയയിൽ കുറച്ച് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, ക്യാമറ വർക്ക് മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ഉള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ പറയാം. പടം എന്ന നിലയിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എത്ര കിട്ടിയെന്നും 100% നമുക്ക് ഫ്ലോപ്പാണ്. 2.5 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. കുറച്ച് ലാലേട്ടൻ്റെ ഫോട്ടോ അപ്പുറത്ത് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടി നടക്കുന്നത്. കുറേ ഇങ്ങനത്തെ പോസ്റ്റുകൾ, അതായത് മമ്മൂട്ടീൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ലാലേട്ടനൊക്കെ മറ്റേ ചീത്ത പറയും, ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിക്ക് ഇട്ട് കൊട്ടും,
മലയാളികൾ ഇപ്പോഴും ആ ലൂപ്പിലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദ ബിഗ് എംസ് ആ ലൂപ്പിൽ കിടന്ന് കളിക്കുകയാണ് മലയാളികൾ. പിന്നെ സിനിമ റിവ്യൂവിൻ്റെ ലൂപ്പിലേക്ക് ഇപ്പോൾ പുതിയൊരു പോരാളി ഇറങ്ങിയിട്ടുണ്ട്, അമേസിങ് അണ്ണൻ എന്ന് പറഞ്ഞിട്ട്. 6 എണ്ണം വരെ ഞെട്ടിത്തെറിച്ച് പോയി എന്നാണ് ഞാൻ കേട്ടത്. മമ്മൂട്ടി എന്ന അധികാരൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയകരുടെ ഈ തലയെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിൽ ഒരു വ്യക്തി അമേസിങ് അണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. 6 എണ്ണം വളരെ സങ്കടത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ പോലും വിറച്ചു പോയി എന്നൊക്കെയാണ് മീമുകൾ വരുന്നത്. ബേസിക്കലി എനിക്ക് ഇത്രേ പറയുള്ളൂ. ഫോർ മീ 2 സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് 2 സിനിമ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനത്തെ കുറേ മഹാവീര്യരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മരക്കാറ്, എലോൺ, ഈവൻ ഇത് നമ്മുടെ ലാലേന്റെ മറ്റു സിനിമ അല്ലേ, മീശകൾ ഒടിയൻ, ഞങ്ങൾക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഭയങ്കര എക്സ്പെരിമെന്റ് ആയിട്ട് തോന്നി. അങ്ങനെയൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സിനിമയോടുള്ള ഇഷ്ടമാണ് പറയുന്നത്. ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നു. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചങ്ങലക്കിട്ട് വെച്ചൊരു ലാലേട്ടൻ ഫാൻ കാണും, അതില്ലാന്ന് പറയാം. കാരണം ആദ്യമായിട്ട് ഫാൻ എന്ന് പറഞ്ഞാൽ ആയിപ്പോയത് ആ മനുഷ്യനെയാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഡെലിവർ ചെയ്യുന്നത് കുറച്ച് കുറവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയി. ഇപ്പം മെല്ലെ സ്കിപ്പായിട്ട്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പിന്നെ ഞാൻ കണ്ടത് പൃഥ്വിരാജിനെയാണ്. പിന്നെ ഞാൻ ഡൈ ഹാർഡ് പൃഥ്വിരാജ് ഫാനായി. എനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനായി. മനസ്സിലായോ? അതിപ്പോ അതുകൊണ്ട് നിങ്ങളിപ്പോ നീ ഇന്ന് മോഹൻലാൽ നാളെ പൃഥ്വിരാജ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നാളെ ഞാൻ പൃഥ്വിരാജ് ഡെലിവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് അടുത്തൊരു നടനെ ഇഷ്ടപ്പെടും. ഞാൻ പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോഴും മോഹൻലാൽ ഫാനാണ്. ഞാൻ ആര് വന്നാലും പൃഥ്വിരാജിനെ ഇഷ്ടമാണ്. പക്ഷെ വേറെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം. അല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്താ വിചാരിക്കണം, എന്നെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു നടൻ സ്ക്രീനിൽ ആടി ഉറഞ്ഞു തുള്ളിയ ആ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട, അയാൾ കണ്ടിന്യൂ ഡെലിവർ ചെയ്താൽ ഞാൻ അയാളുടെ എന്താവും, ഡൈ ഹാർഡ് ഫാൻ ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് നാട്ടുകാരെല്ലാവരും അയാളെ ഫാനാണ്, അപ്പം ആ ഫാനാവണമെന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കൂല്ല. ഇപ്പുറത്ത് എൻ്റെ ഇപ്പുറത്ത് ഇരിക്കുന്ന സ്നേഹ ഒരാളെ ഫാനാണ്, അപ്പം ഞാനും അതാവണം. അതിലും ഞാൻ മോശക്കാരനാന്ന് പറഞ്ഞാൽ നടക്കൂല്ല. പിന്നെ പറഞ്ഞാൽ ഒരു അന്തം ഫാനും അല്ല. മനസ്സിലായില്ലേ? എനിക്കിഷ്ടപ്പെട്ട ആൾ കറക്റ്റ് ഡെലിവറി. ഇപ്പോൾ കടുവേൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കടുവേൻ്റെ റിവ്യൂ എടുത്ത് വെച്ച് നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. സിമ്പിളാണ് കാര്യം. അതിന് കോക്കാണെങ്കിലും ഞാനാണെങ്കിലും റിവ്യൂ ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിൽ പടം ഇഷ്ടപ്പെട്ടില്ലേ, കറക്റ്റ് ക്വാളിറ്റിയുള്ള സാധനമല്ലേ നമുക്ക് കിട്ടാത്തത്, നമ്മൾ പറയൂലേ.